Hello everyone, welcome to part 2 of Diabetes Talks. We are back with Dr. Jyothidev Keshavdev. ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ഇന്ന് വെറും ഒരു കോസ്മെറ്റിക് കൺസേൺ മാത്രമല്ല, മറിച്ച് നിരവധി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒരു കണ്ടീഷനായിട്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കണക്കാക്കുന്നത്. അമിതവണ്ണം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അതിനുവേണ്ടിയുള്ള നൂതന ചികിത്സാ രീതികളെക്കുറിച്ചും കൂടുതൽ വിശദമായി ജ്യോതിദേവ് സാറിൽ നിന്നും അറിയാം. വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും സ്ഥിരമായി ഞാൻ കേൾക്കുന്ന കുറച്ച് കമൻസ് ഉണ്ട്. എന്തായത് കോലം, നന്നായി ഭക്ഷണമൊക്കെ കഴിച്ചൂടെ, അല്ലെങ്കിൽ കുറച്ച് ടോണിക്കൊക്കെ കുടിച്ചൊന്ന് ഉഷാറായിക്കൂടെ, ആൻഡ് സോ ഓൺ. 3 വർഷം മുൻപേ വരെ എനിക്കും ഇതൊരു കൺസേണായി തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോഴല്ല. എന്തുകൊണ്ടാണെന്ന് വീഡിയോ കണ്ടതിന് ശേഷം മനസ്സിലാക്കാം. ഡയബറ്റീസിനെ കുറിച്ച് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സാർ പറഞ്ഞിരിക്കുന്നത്. വേറൊരു വിഷയം, 3 വർഷം മുന്നേ എന്നോട് ഒരു വ്യക്തി പറഞ്ഞു, ഷഹാന യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ വെയ്റ്റ്. മറ്റാരുമല്ല, സാർ തന്നെയായിരുന്നു അത് എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഒബീസിറ്റി, അമിതവണ്ണം എന്നുള്ളത് ഒരു സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാണ്. ചിലർക്ക് അതൊരു പവറായിരിക്കാം, മറ്റു ചിലർക്ക് ബ്യൂട്ടി, അതേപോലെ ചിലർക്ക് അത് ബോഡി ഷെയ്മിങ് ആൻഡ് ഇൻസൾട്ടുമാണ്. അപ്പോൾ ഈ ഒരു വിഷയം, ഇത്രയും സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയത്തെ എങ്ങനെയാണ് സാർ കാണുന്നത്? എനിക്കൊന്ന് ഡോക്ടർ ഷഹാന വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി എന്ന് പറയുന്നത് ബോഡി ഷെയ്മിങ് ആകാം, ചിലർക്ക് അത് അവരുടെ ഒരു ശക്തിയായിട്ട് കാണുന്നു. പക്ഷേ നമ്മളിപ്പോൾ മോഡേൺ മെഡിസിനിൽ അത് ഒരു രോഗമായിട്ടാണ് കാണുന്നത്, അല്ലേ? അപ്പോൾ ആ രോഗമായിട്ട് കാണുന്നൊരവസ്ഥ എങ്ങനെ ആൾക്കാർ പറഞ്ഞ് ബോധ്യപ്പെടുത്തും, അല്ലേ? കുറച്ച് ബുദ്ധിമുട്ടൊരു കാര്യമാണ്. പ്രത്യേകിച്ചും പൊണ്ണത്തടിയൊക്കെ ഉള്ളൊരു കൊച്ചു കുട്ടിയെ കൊണ്ട് വരുമ്പോഴത്തേക്ക് അത് കൊച്ചുകുട്ടി രോഗിയായിട്ടായിരിക്കില്ല വരുന്നത്. ഒരു രോഗിയുടെ ഒപ്പം വരുന്ന മകളോ അല്ലെങ്കിൽ പേരക്കുട്ടിയോ ഒക്കെ ആയിരിക്കും, കൊച്ചുകുട്ടികളായിരിക്കും. അപ്പോൾ അവർക്ക് വണ്ണം കൂടുതലാണെങ്കിൽ നമ്മൾ വണ്ണം കൂടുതലാണെന്ന് പറയുന്നത് പോലും വീട്ടുകാർക്ക് ഇഷ്ടപ്പെടില്ല. അവർ വിചാരിക്കും, അയ്യോ ചബ്ബി ഹെൽത്തി ബോയ് അല്ലെങ്കിൽ ഹെൽത്തി ഗേൾ എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം എന്തൊക്കെയോ ആപത്ത് വരാൻ പോകുന്നതിൻ്റെ സൂചനയാണിതെന്ന്, അല്ലേ? അപ്പോൾ ഇവിടെയാണ് ലാംഗ്വേജ് മാറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ ഷഹാനെടുത്ത് ഞാൻ ഇവിടെ സ്റ്റുഡൻ്റായിട്ട് വരുമ്പോഴത്തേക്ക് ഡയബറ്റീസ് പഠിക്കുന്നതിന് വേണ്ടി വരുമ്പോൾ അത് പറയുന്നത്, നമുക്ക് ഈ സയൻസ് അറിയാവുന്ന ഒരു ഡോക്ടർ ആകുമ്പോഴത്തേക്ക് നമുക്ക് വ്യക്തമായിട്ട് മുഖത്ത് നോക്കിയത് പറയാം, അല്ലേ? പക്ഷേ രോഗിയുടെ അടുത്ത് അല്ലെങ്കിൽ രോഗിയോടൊപ്പം വരുന്ന ആ രോഗിയുടെ ഭാര്യ എടുത്തോ മകൻ്റെ അടുത്തോ മകളുടെ അടുത്തോ എങ്ങനെ അത് പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്പം കൂടുതൽ സമയം വേണ്ടി വരും, അല്ലേ? അവരുടെ വിശ്വാസം ആദ്യം നമ്മൾ ഉറപ്പാക്കണം. എന്നിട്ട് ചില ചിത്രങ്ങൾ, 1-2 വീഡിയോസ്, കുറച്ച് രേഖകൾ, എന്തുകൊണ്ടാണ് ഒബേസിറ്റി എന്ന് പറയുന്ന രോഗം ചികിത്സിക്കേണ്ടതായ ഒരു രോഗമായി തീർന്നത്, അതുകൊണ്ടുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അല്ലേ? നമുക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങളല്ലേ ഒബേസിറ്റി കാരണം വരുന്നതല്ലേ? ആങ്സൈറ്റി, ഡിപ്രഷൻ, നിരാശത, ദേഷ്യം, ഉറക്കമില്ലായ്മ, അതുപോലെ അസിഡിറ്റി, മുട്ടുവേദന, നടുവേദന, കാലിൻ്റെ പാദത്തിൻ്റെ അടിവശത്തുള്ള വേദന, നീറ്റൽ ഒക്കെ പോട്ടെ. ഇത് ചികിത്സിക്കാനായിട്ടുള്ള മോണിറ്ററി ഇഷ്യൂസ്, അല്ലേ? ഇതിനു വേണ്ടിയുള്ള ചികിത്സയ്ക്ക് കൂടുതൽ പണമാകുമെന്നുള്ളൊരു ആശങ്ക. പക്ഷേ അതിനേക്കാളും ആശങ്കപ്പെടേണ്ട എന്തുവാണ്, ഈ രോഗം വരുത്തി തീർക്കുന്ന 300-ലധികം മറ്റ് രോഗങ്ങൾ. ആ 300-ലധികം രോഗങ്ങളിൽ ഒരു 100 രോഗങ്ങളൊക്കെ മിക്കവാറും എല്ലാവർക്കും വരികയാണ്. നന്നായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റാതിരിക്കുക, കൂർക്കം വലിക്കുക, ഉറക്കത്തിൽ ശ്വാസം എടുക്കുന്ന നിലച്ചു പോകുന്ന അവസ്ഥ. അപ്പോൾ 100 കൂട്ടം കാര്യങ്ങളാണ്. പക്ഷേ മെറ്റബോളിക് കോൺസിക്വൻസസ് ആണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും അപകടം, അല്ലേ? അമിതവണ്ണം കാരണം വരുന്ന പ്രമേഹവും രക്താതിമർദ്ദവും കിഡ്നി ഡിസീസും ഒക്കെ കൂടാതെ നമ്മളിപ്പോൾ വളരെ ശക്തമായിട്ട് ആൾക്കാരടുത്ത് പറയുന്നത് ഏകദേശം 100ഓളം അർബുദ രോഗങ്ങളും അതിൽ 30ഓളം ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ള ക്യാൻസേഴ്സ്. അപ്പോൾ ഇതെല്ലാം സാവകാശം പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ട ചുമതല ഞങ്ങൾക്കുണ്ട്, നമുക്കുണ്ടെന്ന ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം മുമ്പിലിരിക്കുന്ന ഒരു രോഗിക്ക് അല്ലെങ്കിൽ രോഗിയോടൊപ്പം വന്ന ഒരാൾക്ക് നമ്മൾ പറയുന്നത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്തിനാണിത് പറയുന്നത്? അവർക്ക് വേണ്ടിയല്ലേ, അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അവർക്ക് ഫലവത്തായൊരു ചികിത്സ കൊടുത്ത് അവരുടെ അമിതവണ്ണം ഒരു 20-30 കിലോ കുറയ്ക്കാൻ കഴിഞ്ഞാൽ ഒരു 10-20 വർഷം കഴിഞ്ഞ് ഡോക്ടർ ഷഹാനെ അവർ നന്ദിയോടുകൂടി ഓർക്കും, അല്ലേ? പണ്ടൊക്കെ ആണെങ്കിൽ ഒരു 10-20 കിലോ കുറയ്ക്കാനായിട്ട് ശസ്ത്രക്രിയ മാത്രമേ മാർഗമുള്ളൂ.
ഇപ്പോൾ ആ ശസ്ത്രക്രിയയെക്കുറിച്ച് എന്ത് പറയുന്നു? അമിതവണ്ണത്തിലുള്ള ശസ്ത്രക്രിയയിൽ ഡോക്ടർ ഷഹാൻ വിശ്വസിക്കുന്നുണ്ടോ? അതിപ്പോഴും ആവശ്യമാണ്? സർജറി ഒന്നാമത് ആ പ്രൊസീജിയർ തന്നെ വളരെ ഹെക്റ്റിക് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അതിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടി വരുന്ന വിലയും വളരെയധികം കൂടുതലാണ്. പക്ഷേ ഒരു കാലയളവിന് ശേഷം വീണ്ടും ഈ വണ്ണം തിരിച്ച് വരുന്നതായിട്ടാണ് നാം കാണുന്നത്. അതിനാൽ തീർച്ചയായും സർജറിക്കൊരു ലിമിറ്റേഷൻ ഉള്ളതായിട്ടാണ് എൻ്റെ ഒരു അഭിപ്രായമുള്ളത്. പക്ഷേ മെഡിസിൻസിനെ കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ് ഇപ്പോൾ വന്നിട്ടുള്ളത്? ഡോക്ടർ ഷഹാൻ പറഞ്ഞ വളരെ ഒരു സത്യമാണ്. ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ റിസ്ക് ഉണ്ട്. അതൊരു മേജർ ഇൻ്റർവെൻഷനാണ്. അത് ചെയ്യേണ്ട രോഗിയാണെങ്കിൽ ചെയ്യണം, അത് വേണ്ട ഞാൻ പറയുന്നില്ല, അത് ചെയ്തേ തീരൂ എങ്കിൽ ചെയ്യണം. പക്ഷേ കഴിഞ്ഞ 18 വർഷങ്ങളായിട്ട് നമുക്ക് വളരെ ഫലവത്തായ മരുന്നുകൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് നമുക്ക് 20, 25, 30 കിലോ വരെ കുറയ്ക്കാൻ കഴിയുന്ന പാർശ്വഫലങ്ങളില്ലാത്ത ഔഷധങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ സെമാഗ്ലൂട്ടൈഡ്, ടെസിപെറ്റൈഡ് ഇതെല്ലാം വളരെ ഫലവത്തായ മരുന്നുകളാണ്. നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ലിറാഗ്ലൂട്ടൈഡ് ആയിരുന്നു. അപ്പോൾ ലിറാഗ്ലൂട്ടൈഡിലും ഒക്കെ നമുക്ക് കുറയ്ക്കുവാൻ കഴിഞ്ഞത് ഒരു 5-6 കിലോ ആണെങ്കിൽ ഇപ്പോഴത്തെ പുതിയ മരുന്നുകളിൽ നമുക്ക് 20 കിലോയിലധികമൊക്കെ നിഷ്പ്രയാസം കുറയ്ക്കാൻ സാധിക്കും. അതും പതിയെ. അപ്പോൾ നമുക്ക് അഥവാ നമ്മൾ ഈ ഇഞ്ചക്ഷൻസ് കൊടുക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഗുളികകൾ കൊടുക്കുമ്പോഴത്തേക്ക് 5 കിലോ കുറഞ്ഞാൽ മതി, 10 കിലോ കുറഞ്ഞാൽ മതി എങ്കിൽ അതനുസരിച്ച് ഡോസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇതുപോലെയുള്ള ഒരു സംവിധാനങ്ങളും നമുക്ക് ശസ്ത്രക്രിയയിലൂടെ സാധിക്കില്ല. നമുക്ക് ബ്ലഡ് പ്രഷറിൻ്റെ മരുന്ന് കൊടുക്കുന്നവരാണ്. BP നോക്കി നമുക്ക് ഒരു ഗുളിക വേണോ, 2 ഗുളിക വേണോ, അല്ല പുതിയ ഒരു മരുന്ന് കൂടെ വേണോ, അഥവാ അത് കഴിച്ചു കഴിഞ്ഞാൽ BP നോർമൽ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ സെയിം ഡോസ് കണ്ടിന്യൂ ചെയ്യണോ, അത് ഡോസ് കുറയ്ക്കണമോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്നത് പോലെ ഇപ്പോൾ വെയിറ്റ് എത്ര കുറയ്ക്കണം എന്നുള്ളത് ഡോക്ടർ രോഗിയും കൂടെ ഒരുമിച്ച് തീരുമാനിച്ചിട്ട് അതിനനുസൃതമായിട്ട് മരുന്നിൻ്റെ ഡോസ് നമുക്ക് തുടങ്ങുവാനും അത് തുടരുവാനും അത് കഴിഞ്ഞിട്ട് മെയിൻ്റനൻസ് ഡോസ് കൊടുക്കാനും ഒക്കെ സാധിക്കുന്ന ഒരവസ്ഥയിൽ മോഡേൺ മെഡിസിൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേറെ കാര്യം പറയാനുള്ളത്, ഏത് പ്രായമാണെങ്കിലും അത് 15 വയസ്സുള്ളൊരു കുഞ്ഞാണെങ്കിലും ഒരു 40 വയസ്സുള്ള ഒരു യുവാവോ മധ്യവയസ്കനോ ആരാണെങ്കിലും 70 വയസ്സുള്ള ഒരാളാണെങ്കിലും അമിതവണ്ണം കുറച്ച് കഴിഞ്ഞാൽ ഉള്ള ഗുണം അത് ഭയങ്കരമാണ് അല്ലേ. 5% കുറച്ചാൽ പോലും നമുക്ക് രക്തത്തിലെ പഞ്ചസാരയിൽ കുറവ് വരും, രക്തസമ്മർദ്ദത്തിൽ കുറവ് വരും. ആ 5% എന്ന് പറയുന്നത് 10%, 15% ആയിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്രമേഹം തന്നെ അപ്രത്യക്ഷമാകും. മരുന്നുകളുടെ അളവ് മറ്റ് പല രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് പകുതിയിലാക്കാൻ പറ്റും, ചിലപ്പോൾ നിർത്താൻ സാധിക്കും. അത് 20% അടുത്തൊക്കെയാണ് ശരീരഭാരം കുറയ്ക്കാൻ സാധിക്കുന്നതെങ്കിൽ നമുക്ക് മോർട്ടാലിറ്റി, മരണനിരക്ക്, മരണസാധ്യത പോലും നമുക്ക് ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ശരീരഭാരം അല്പം വർദ്ധിക്കുന്ന മുതൽ, അത് BMI 23 എത്തുന്ന മുതൽ, 23 എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നോർമൽ എന്ന് പണ്ട് കരുതിയിരുന്നതാണല്ലേ. അപ്പം അതിൽ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ പതിയെ ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പം ആയുസ്സിൻ്റെ ദൈർഘ്യം കുറയുന്നതോടൊപ്പം ഈ പറയുന്ന 10-100 രോഗങ്ങൾ കൂടി വരും. ഈ രോഗങ്ങൾ വരുമ്പോഴത്തേക്ക് ഇത് പലപ്പോഴും ഈ വന്ന മാനസിക രോഗങ്ങളും ശാരീരിക അസ്വസ്ഥതകളും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ വരുന്ന വേദന, ഉറക്കമില്ലായ്മ, ഇതൊക്കെ വണ്ണം കൂടുതൽ കാരണം വന്നതാണ് എന്ന് രോഗി തിരിച്ചറിയാറുമില്ല അല്ലേ. അവിടെയാണ് ഡോക്ടറുടെ ഒരു റോൾ വരുന്നത്. സാവകാശം അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവർക്ക് ദേഷ്യം വരാത്ത വിധത്തിൽ, അല്ലെങ്കിൽ ഡോക്ടറുടെ ദേഷ്യം വരും ഇത് പറയുമ്പോൾ പതുക്കെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. അത് ഈ കാലഘട്ടത്തിൽ അത് നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് എല്ലാ മേജർ സയൻറ്റിഫിക് ബോഡീസും പറയുകയാണ്. പിന്നെ അതേപോലെ തന്നെ രോഗികൾക്ക് പലപ്പോഴും മരുന്നുകൾ എന്ന് പറയുമ്പോൾ ഒരു ഹെസിറ്റൻസിയാണ്. അത് ഡോക്ടർമാർക്കും ആയിക്കോട്ടെ അല്ലെങ്കിൽ രോഗികൾക്കും ആയിക്കോട്ടെ. ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കാൻ സാധിക്കുമോ? ഉപയോഗിക്കുന്നതിനെ കൊണ്ട് എന്താണ് ദോഷങ്ങൾ ഉണ്ടാവുക? അതുകൂടാതെ നമുക്ക് ഡയറ്റ് അല്ലെങ്കിൽ എക്സസൈസിൽ മാത്രം കൺട്രോൾ ചെയ്താൽ പോരെ എന്നുള്ള ഒരു ചോദ്യം പലപ്പോഴും വരുന്നതാണ്. അതിനെ എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു വീട് പണിയുമ്പോഴത്തേക്ക് ഒരു മേൽക്കൂര വേണമോ വേണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേൽക്കൂര എന്തിനാണ്? മതിലുകൾ മാത്രം പോരെ, ചുവരുകൾ മാത്രം പോരെ, അതുപോലെയുള്ളത്. അതായത്
നമുക്ക് നല്ലൊരു മേൽക്കൂര ഉണ്ടെങ്കിൽ അത് മഴയത്തും വെയിലത്തും അങ്ങനെ ഒരുപാട് പ്രതികൂലമായ കാലാവസ്ഥകളിൽ മാത്രമല്ല മറ്റ് പല സാഹചര്യങ്ങളിലും നമുക്കൊരു സുരക്ഷിതത്വം അത് തരും. അതിന് സമാനമാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിലെ മരുന്നുകൾ. അപ്പോൾ നമ്മൾ ഒരു മരുന്ന്, ഇപ്പോൾ ഉദാഹരണത്തിന് അമിതവണ്ണത്തിൻ്റെ മരുന്നുകൾ 1 2 ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ആ മരുന്നുകളുടെ എല്ലാം ക്ലിനിക്കൽ ട്രയൽസ് നമ്മൾ എന്താണ് കണ്ടത്? വണ്ണം കുറയ്ക്കുന്നത് കൂടാതെ അത് ഡയബറ്റീസ് കുറയ്ക്കുന്നു, ഹാർട്ട് ഫെയിലിയർ കുറയ്ക്കുന്നു, കാർഡിയോവാസ്കുലർ ഡെത്ത് കുറയ്ക്കുന്നു, മേജർ അഡ്വേഴ്സ് കാർഡിയോവാസ്കുലർ ഇവൻറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ സ്ട്രോക്ക്, കിഡ്നി ഫെയിലിയർ, ഡയാലിസിസിന് സാധ്യതയുള്ള സാഹചര്യങ്ങൾ, അങ്ങനെ ഏകദേശം 50ഓളം രോഗങ്ങൾക്ക് ഇത് പ്രതിരോധം അത് തീർക്കുകയാണ്, ആ മതിലുകൾ തീർക്കുകയാണ്. അതുകൂടാതെ ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസമായിട്ട് മാറിയിരിക്കുകയാണ്. ലിവറിൽ ഫാറ്റ് വന്ന് അടിഞ്ഞു കൂടുന്നു, നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ്, അതുപോലെ സ്റ്റേറ്റോ ഹെപ്പറ്റൈറ്റിസ്, നമ്മൾ NAFLD ഇപ്പോൾ MASLD ആയിട്ട് മാറി, മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് സ്റ്റേറ്റോട്ടിക് ലിവർ ഡിസീസ്. അപ്പോൾ ഇതെല്ലാം ഗണ്യമായിട്ട് കുറയ്ക്കുകയല്ലേ, ഫൈബ്രോസിസൊക്കെ നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതാത്ത കാര്യങ്ങളല്ലേ. അതുപോലെ കിഡ്നി കോമ്പോസിറ്റ് ഔട്ട്കംസ്, ഫ്ലോ ക്ലിനിക്കൽ ട്രയൽ, സെമാഗ്ലൂട്ടൈഡ്. അപ്പോൾ ഒരു മരുന്ന് നമ്മൾ വണ്ണം കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്ക് വണ്ണം കുറയല്ല, അതോടൊപ്പം നമുക്ക് 100 കൂട്ടം മറ്റ് കാര്യങ്ങൾ ലഭിക്കുകയാണ്. ഒരു കുഞ്ഞിന് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുന്നത് എന്തിന് എന്ന് ചോദിക്കുന്ന പോലെയാണ് നമ്മൾ വണ്ണം കുറയ്ക്കാനുള്ള ആഴ്ചയിൽ ഒരിക്കലും മറ്റും എടുക്കുന്ന ഇഞ്ചക്ഷൻ എന്തിന് എന്ന് ചോദിക്കുമ്പോൾ മറുപടി. ഒരു കുഞ്ഞിന് നല്ല വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നത് നല്ലൊരു ജോലി കിട്ടാനായിട്ട് മാത്രമാണോ? അല്ലല്ലോ, നമുക്ക് 100 കൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ അല്ലേ. അവൻ നന്നായിട്ട് സമൂഹത്തോട് ഇടപെടാനായിട്ട്, അവന് നല്ലൊരു ഭാഷ കൈവരിക്കുന്നതിന് വേണ്ടി, അവന് നന്നായിട്ട് ഭാവിയിൽ ജീവിക്കുന്നതിന് വേണ്ടി, അവന് നന്നായിട്ട് പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി, അവന് ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി. കാരണം അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതുപോലുള്ള വിഷയങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ അതുപോലെ നല്ലൊരു മരുന്ന് നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ വാസ്തവത്തിൽ വി ആർ ഗിഫ്റ്റിംഗ് എ ലൈഫ് ഫോർ ദം. നമ്മൾ ആ ഒരു മനുഷ്യന് നല്ലൊരു ആയുസ് നമ്മൾ വാസ്തവത്തിൽ സമ്മാനിക്കുകയാണെന്നുള്ളത്.